കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്ന പുതിയ സർവേ കണക്കുകൾ ഒരു വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. മനോരമയാണ് ഈ സർവേ പുറത്തുവിട്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ ശക്തമായ പ്രചരണവുമായി മുന്നേറുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇമേജ് കേരളത്തിൽ അത്രമേൽ സ്വീകാര്യത നേടുന്നില്ല എന്നുള്ളതാണ് അതിലെ പ്രധാന കണ്ടെത്തൽ. മറുവശത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി അത് സ്ഥിരതയോടെ ഉയരുകയും ചെയ്യുകയാണ്. അത് ഈ കണക്കുകളിൽ വ്യക്തമാവുന്നുണ്ട്. സംസ്ഥാനത്തെ വോട്ടർമാരോട് പ്രധാനമന്ത്രിയുടെ പ്രകടനം വിലയിരുത്തുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടികൾ BJPക്ക് ആശ്വാസകരമല്ല. വെറും 31.6% പേർ മാത്രമാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടത്. 16.4% പേർ ശരാശരി എന്ന് പറഞ്ഞപ്പോൾ 47.5% പേർ വ്യക്തമായി മോശമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം പകുതിയോളം വരുന്ന വോട്ടർമാർ പ്രധാനമന്ത്രിയുടെ പ്രകടനത്തിൽ അസന്തുഷ്ടരാണ് എന്നത് കേരളത്തിൽ BJPക്ക് വലിയ മുന്നറിയിപ്പാണ്. ദേശീയ തലത്തിൽ ശക്തമായ ഇമേജ് ഉണ്ടെങ്കിലും കേരളത്തിലെ വോട്ടർമാർ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണിത്. മോദിയോ രാഹുലോ ആരാണ് കൂടുതൽ ജനപ്രിയൻ എന്ന ചോദ്യത്തിന് ലഭിച്ച മറുപടികളും അതേ ദിശയിലാണ്. 51.6% പേർ രാഹുൽ ഗാന്ധിക്കാണ് പിന്തുണ നൽകിയിരിക്കുന്നത്. മോദിക്ക് ലഭിച്ച പിന്തുണയോ 30.3% മാത്രം. ഫെബ്രുവരി ആദ്യ വാരത്തിൽ 48.5% രാഹുലിൻ്റെ പിന്തുണ. അത് രണ്ടാം വാരത്തിൽ ആയപ്പോൾ അത് കൂടുതൽ ഉയർന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേസമയം മോദിയുടെ ജനപ്രീതി 30.7% നിന്നും ഇപ്പോൾ 30.3% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കണക്കുകൾ ചെറിയ മാറ്റങ്ങൾ മാത്രമാണെന്ന് തോന്നാമെങ്കിലും രാഷ്ട്രീയപരമായി ഇതൊരു വ്യക്തമായ ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മുന്നേറുകയാണ്. കേരളം രാഷ്ട്രീയമായി ബോധവാന്മാരുടെ നാടാണ് എന്നതാണ് വിലയിരുത്തൽ. അത് പലപ്പോഴും ഇങ്ങനെയുള്ള വിലയിരുത്തൽ ഉയരാറുണ്ട്. ഇമേജിനേക്കാൾ പ്രകടനമാണ് കേരള വോട്ടർമാർ വിലയിരുത്തുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന വാദങ്ങൾ സംസ്ഥാനത്ത് എത്രത്തോളം യാഥാർത്ഥ്യമായെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രഖ്യാപിച്ച ഒരു വലിയ വികസന പദ്ധതികൾ അത് യാഥാർത്ഥ്യമായില്ലെന്ന വിമർശനം BJPയെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. പ്രഖ്യാപനങ്ങൾ വാർത്താ തലക്കെട്ടിൽ ഒതുങ്ങുകയും നടപ്പിലാക്കൽ വൈകുകയും ചെയ്തുവെന്ന ആരോപണം നഗരമേഖലകളിൽ വളരെ ശക്തമാണ്. ഇതിന് വിപരീതമായി രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ശൈലി അത് കേരളത്തിൽ കൂടുതൽ സ്വീകാര്യത നേടുന്നുവെന്ന വിലയിരുത്തലുകളും ശക്തമാവുന്നുണ്ട്. സാധാരണ ജനങ്ങളുമായി നേരിട്ടുള്ള ഇടപെടൽ, വിദ്യാർത്ഥികളോടും യുവാക്കളോടും നടത്തുന്ന തുറന്ന സംവാദങ്ങൾ, പാർലമെൻറ്റിൽ ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ, ഇവയെല്ലാം കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ദേശീയ തലത്തിൽ ശക്തമായ പ്രതിപക്ഷ സ്വരമായി രാഹുൽ ഗാന്ധി ഉയർന്നു വരുന്ന ഒരു ചിത്രം സംസ്ഥാനത്ത് കൂടുതൽ അനുകൂല പ്രതികരണം സൃഷ്ടിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ രണ്ട് മുന്നണികളുണ്ട്. ഇടതു മുന്നണിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള വലതു മുന്നണി, അതായത് UDF. ഈ ഒരു സാഹചര്യത്തിൽ BJP വളർച്ച നേടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ദേശീയ ഇമേജ് മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നേറുന്നത് പര്യാപ്തമല്ലെന്ന് ഈ സർവേ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും സംസ്ഥാനത്തിന് ലഭിച്ച പ്രായോഗിക നേട്ടങ്ങളും കൂടുതൽ വിശ്വാസ്യതയോടെ അവതരിപ്പിക്കേണ്ടത് BJPക്ക് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. ഈ സർവേ കോൺഗ്രസ് നേതൃത്വത്തിനും ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യം കൂടിയാണ്. രാഹുൽ ഗാന്ധിയുടെ പിന്തുണ അത് ഉയരുന്നത് പാർട്ടിയുടെ സംഘടനാ ശക്തിക്കും പ്രചരണ തന്ത്രങ്ങൾക്കും പുത്തൻ ഉണർവ് നൽകുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രവണത തുടർന്നാൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വെല്ലുവിളിയാവുകയും കോൺഗ്രസിൻ്റെ ഒരു മുന്നേറ്റത്തിന് ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. ഒരു വശത്ത് പ്രധാനമന്ത്രിയുടെ ജനപ്രീതിക്ക് ഇടിവ് സംഭവിക്കുമ്പോൾ മറുവശത്ത് രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ അത് ഉയരുകയാണ് എന്നതാണ് ഈ സർവേയുടെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഇത് താൽക്കാലിക പ്രവണതയാണോ അല്ലെങ്കിൽ ദീർഘകാല രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കമാണോ എന്നുള്ളത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ വ്യക്തമാക്കേണ്ടതാണ്. പക്ഷേ നിലവിലെ കണക്കുകൾ കേരളത്തിലെ മാറുന്ന ഈ ഒരു രാഷ്ട്രീയ മനോഭാവത്തിൻ്റെ വലിയ സൂചനകളാണ് നൽകുന്നത്. ഇമേജിനേക്കാൾ പ്രകടനത്തെ മുൻനിർത്തുന്ന കേരള വോട്ടർമാർ ദേശീയ നേതാക്കളെയും അതേ മാനദണ്ഡത്തിൽ വിലയിരുത്തുന്നുണ്ട്. അതിനാൽ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വ്യക്തിത്വവും പ്രചരണ തന്ത്രങ്ങളും മാത്രമല്ല വിശ്വാസ്യതയും ഫലപ്രാപ്തിയും നിർണായകമാകും.